എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിലെ ശ്രീശങ്കര ആർഷ വിദ്യാപീഠം കുട്ടികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത സമ്പൂർണ്ണ പാരായണ പ്രഭാഷണ പരമ്പരയിൽ 39-ാം ദിവസമായ ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലുന്നത് പാർവതി PR. പാർവതി നേരത്തെ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു, പാരായണം നടത്തി. ഇന്ന് പാർവതി ധ്യാന ശ്ലോകം ചൊല്ലുന്നു. ഏറ്റവും സ്നേഹത്തോടു കൂടി പാർവതിയെ ധ്യാന ശ്ലോകം ചൊല്ലുവാനായിട്ട് ക്ഷണിക്കും. വക്രതുണ്ഡമണ്ഡലകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. അദ്വൈതാമൃതവർഷിണീം ഭഗവതി അഷ്ടാധ്യായിനീം അംബ ത്വാമനുസന്തദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാജയത്രദജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുലാ. അശ്വത്ഥാമ വികർണഘോരമഖരാ സോത്തീർണാ പാണ്ഡവൈരണനദി കൈവർത്തകഃ കേശവഃ. പാരാശര്യവദസ്സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കരിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैर्गायन्ति यं सामगाः. ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं सामगाः. यस्यान्तं न विदुः सुरासुरगणा ദേവായ തസ്മൈ നമഃ. പാർവതിക്കുട്ടി സുന്ദരമായിട്ടിരുന്നു കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. വളരെ നന്നായിരുന്നു. ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും കുഞ്ഞിനുണ്ടാവട്ടെ. ഇതേപോലെ നമ്മുടെ എല്ലാ പരിപാടികളിലും ധാരാളം പങ്കെടുക്കണം. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കുഞ്ഞിനുണ്ടാവും. അടുത്തതായി 18-ാം അധ്യായത്തിലെ 45 മുതൽ 65 വരെയുള്ള ശ്ലോകങ്ങള് പാരായണം ചെയ്യുന്നത് യദുകൃഷ്ണൻ.
യദുകൃഷ്ണൻ നമ്മുടെ ശ്രീകുമാറിന്റെ മകനാണ്. ആദ്യത്തെ ദിവസം കൃഷ്ണപ്രിയ നല്ല ഒരു പ്രഭാഷണം അവതരിപ്പിച്ചിരുന്നു. കൃഷ്ണപ്രിയയുടെ സഹോദരനാണ് യദുകൃഷ്ണൻ. ഏറ്റവും സ്നേഹത്തോടുകൂടി എല്ലാ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന മിടുക്കനായ യദുകൃഷ്ണനെ വളരെ സ്നേഹത്തോടുകൂടി പാരായണം ചെയ്യുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. സ്വേ സ്വേ കർമ്മണ്യഭിരതഃ സംസിദ്ധിം ലഭത്തെ നരഃ സ്വകർമ്മനിരതഃ സിദ്ധിം യദാ വിന്ദതി തത്ശൃണു യഥ പ്രവർത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാത്തമഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവഃ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. സഹജം കർമ്മ കൗന്ദേയ സദോഷമപി ന ത്യജേത്. സർവാരംഭാ ഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതഃ. ആസക്തബുദ്ധിഃ സർവത്ര ചിദാത്മാ വിഗതസ്പൃഹഃ. നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യസ്യേനാധിഗച്ഛതി. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധ മേ. സമാസേനൈവ കൗന്ദേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പരാ. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തഃ ധൃതാത്മാനാം നിയമ്യ ച. ശബ്ദാദീൻ വിഷയാൻ സ്വ്യക്ത രാഗ. മ്യൂട്ടായി കുഞ്ഞെ. വിവിക്ത സേവി ലഘ്വാശി യദവാക്കായ മാനസഃ. ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശന്ത ബ്രഹ്മഭൂയായ കൽപ്പതേ. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി. സമ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. ഭക്ത്യാ മാമഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ. തത്വോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. സർവകർമാണ്യപി സദാ കുർവാണോ മദ്യപാശ്രയ. മത്പ്രസാദാപ്നോതി ശാശ്വതം പദമവ്യയം. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ. ബുദ്ധിയോഗമുപാശ്രിത്യ മശ്ചിത്ത സതതം ഭവ. മശ്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത് തരിഷ്യസി. അദച്ഛേത്വമഹങ്കാരാത് ന ശോഷ വിനങ്ക്ഷസി. യദഹങ്കാരമാശ്രിത്യ നയോത്സൈതി മന്യസേ. മിഥ്യൈഷ്യ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി. ത്വം സ്വഭാവജേന കൗന്ദേയ നിബധ്വസേന കർമ്മണാ. കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസ്വവശോऽപി തത്. ഈശ്വരഃ സർവഭൂതാനാം ഹൃദ്ദേശേऽർജുന തിഷ്ഠതി. ഭ്രാമയൻ സർവഭൂതാനി
യന്ത്രാരൂഢാനി മായയാ ത്വമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യത്തരം മയാ വിമൃശ്യൈതദശേഷേണ യഥേച്ഛതി തഥാ കുരു സർവഗുഹ്യത്തമം ഭൂയഃ ശൃണു മേ പരം വചഃ ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം മനന്മാ ഭവ മദ്ഭക്തഃ മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി സിദ്ധ്യം തേ പ്രതിജാനേ പ്രയോസി മേ. ഹരി ഓം. നന്നായിട്ട് ചൊല്ലിട്ടോ, മിടുക്കാനായിട്ടൊക്കെ ചൊല്ലി. ഭഗവാന്റെ അനുഗ്രഹം കുഞ്ഞിന്റെ കൂടെ ഉണ്ടാവട്ടെ. എന്തായാലും ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു അല്ലേ, ചെറുതായിട്ടൊക്കെ ചൊല്ലാമെന്നൊരു തോന്നലൊക്കെ എത്തി. നന്നായി. അങ്ങനെ ഇനി ഇതിൽ നിന്ന് അങ്ങ് പിടിച്ചോണം കേട്ടോ. ഇനി ഇതിൽ നിന്ന് തുടർച്ചയായിട്ട് പിടിച്ച് ടീച്ചറൊക്കെ അവിടെ വരുന്നുണ്ടല്ലോ ഇടയ്ക്ക് പഠിപ്പിക്കാനൊക്കെ ആയിട്ട്. അപ്പോ നന്നായിട്ട് ഗീതാ ശ്ലോകങ്ങളൊക്കെ ദിവസവും ഒരു പ്രാക്ടീസ് ആക്കുക ജീവിതത്തിൽ. അതിൻ്റെ ഒരു അനുഗ്രഹം, വലിയൊരു അനുഗ്രഹമാണ് കിട്ടുക. മോന് അതിനുള്ള ഒരു ഭഗവാന്റെ അനുഗ്രഹം ഇപ്പൊ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വാസന ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇതിന് തയ്യാറെടുക്കാൻ മോന് തോന്നിയതും പങ്കെടുക്കാൻ സാധിച്ചതും. അത് തുടർന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ഇത്രയും ഈ 45 മുതൽ 65 വരെയുള്ള 18-ാം അധ്യായത്തിലെ ശ്ലോകങ്ങളുടെ ചെറിയ ഒരു സാരം ദേവികയാണ് അവതരിപ്പിക്കുന്നത്. ദേവിക നേരത്തെ പ്രഭാഷണം നടത്തി, പാരായണവും ഒക്കെ നടത്തി. ദേവിക ഏറ്റവും നല്ല ഒരു നമ്മുടെ മഠത്തിന്റെ അഭിമാനമായ ഒരു കുട്ടിയാണ്. എല്ലാ ഫീൽഡിലും നല്ല ഈശ്വരാനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടിയും ദേവികയെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകര യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാച്യുതശങ്കര പ്രഭൃതിഭിർ ദേവൈ സദാ പൂജിതാ സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. എല്ലാവർക്കും നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 മോക്ഷ സന്യാസ യോഗം. ഈ അധ്യായത്തിലെ 45 മുതൽ 65 വരെയുള്ള ശ്ലോകങ്ങളുടെ സാരമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അവനവന്റെ സ്വാഭാവികമായി വരുന്ന കർമ്മങ്ങളെ അഥവാ പ്രവൃത്തികളെ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർ എങ്ങനെ ഈശ്വരനെ പ്രാപിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. നാം ഈ കാണുന്ന എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അവയെ നിലനിർത്തുകയും അതായത് സംരക്ഷിക്കുകയും അവയ്ക്ക് അനുവദിച്ച സമയം കഴിയുമ്പോൾ തന്നിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്ന ആ ഈശ്വരനെ മനുഷ്യർ തന്റെ സ്വാഭാവിക പ്രവർത്തികളെ പൂജയായി ചെയ്ത് പരമപദം പ്രാപിക്കുന്നു. അഹങ്കാരം മൂലം മറ്റുള്ളവരുടെ ജോലിയും ഏറ്റെടുത്തു ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഗുണം കുറഞ്ഞാൽ പോലും അവനവന്റെ കർമ്മങ്ങളെ ചെയ്യുന്നത്. അത് ഈശ്വരാർപ്പണമായി ചെയ്യുകയും വേണം എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും പാപമുണ്ടാകുകയില്ല. സ്വാഭാവികമായി വരുന്ന പ്രവൃത്തികൾ ദോഷമുള്ളതാണെങ്കിൽ പോലും, ഉദാഹരണം ഒരു കശാപ്പുകാരൻ അയാളുടെ ജോലി കശാപ്പ് ചെയ്യലാണ്, എന്നാലും അതിനെ ഉപേക്ഷിക്കരുത്. കാരണം എല്ലാ കർമ്മങ്ങളും ദോഷമുള്ളത് തന്നെയാണ്. ഒന്നിനും ആസക്തിയില്ലാത്തവനും ആത്മസംയമനം സാധിച്ചവനും ആഗ്രഹങ്ങൾ ഇല്ലാത്തവനും ആയ മനുഷ്യൻ ഫലേച്ഛയില്ലാതെ ഈശ്വരാർപ്പണമായി കർമ്മത്താൽ ബ്രഹ്മാവസ്ഥയെ പ്രാപിക്കുന്നുണ്ട്. നിഷ്കാമ കർമ്മം ചെയ്തയാൾ എങ്ങനെ ഈശ്വരനെ പ്രാപിക്കും എന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവത്ഗീതയിലെ ഏറ്റവും മഹാത്മ്യമേറിയ ഉപദേശത്തെ തരുന്നു. വിശുദ്ധമായ ബുദ്ധിയോട് കൂടിയവനും
ധൈര്യത്താൽ മനസ്സിനെ ഏകാഗ്രമാക്കി ശബ്ദാദി വിഷയങ്ങളെ ത്യജിച്ച് രാഗദ്വേഷങ്ങളെ തിരസ്കരിച്ച് ഏകാന്ത സ്ഥലത്ത് കഴിയുന്നവനും അല്പാഹാരനും വാക്ക്, ശരീരം, മനസ്സ് ഇവയെ നിയന്ത്രിക്കുന്നവനുമായിട്ട് നിത്യവും ധ്യാനയോഗ നിഷ്ഠനായി വൈരാഗ്യത്തെ മുറുകെ പിടിച്ച് അഹങ്കാരം, ബലം, മതം, കാമം, ക്രോധം, കരുതൽ, ധനം മുതലായ എല്ലാം വെടിഞ്ഞ് ഒന്നിനോടും മമതയില്ലാതെ ശാന്തനായി കഴിയുന്നവനും ഈശ്വര സാക്ഷാത്കാരത്തിന് അർഹനാകുന്നു. ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചവർ സദാ ആനന്ദചിത്തരായി എല്ലാത്തിലും ഈശ്വരനെ ദർശിച്ചും കൊണ്ട് പരമഭക്തിയെ പ്രാപിക്കുന്നു. എന്നെ അറിഞ്ഞ് പരമാത്മാവായ എന്നിൽ ലയിക്കുന്നു. എല്ലാ പ്രവൃത്തികളും എന്നെ വിചാരിച്ചും കൊണ്ട് എന്നെ ആശ്രയിച്ചും കൊണ്ട് ചെയ്യുന്നവൻ എന്റെ അനുഗ്രഹത്താൽ പരമപദത്തെ പ്രാപിക്കുന്നു. നമ്മുടെ പരമമായ ലക്ഷ്യം ഭഗവാനെ പ്രാപിക്കലാണ് എന്ന് തീരുമാനിച്ച് എല്ലാ പ്രവൃത്തികളെയും മാനസികമായി ഭഗവാനിൽ സമർപ്പിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ, അതായത് സദാ മനസ്സിൽ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ, എന്റെ അനുഗ്രഹം മൂലം എല്ലാ വിഷമങ്ങളെയും സങ്കടങ്ങളെയും അനായാസമായി മറികടക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ പറയുന്നു. ആരാണോ അഹങ്കാരത്താൽ ഭഗവാന്റെ ഉപദേശങ്ങൾ കേൾക്കാതെ ഇരിക്കുന്നത് അവർ നശിക്കും എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നു, അഹങ്കാരം കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് നീ തീരുമാനിച്ചാലും നിന്റെ സ്വാഭാവികമായ രാജസ പ്രകൃതി നിന്നെ അതിനായി നിയോഗിക്കും. അത് സ്വാഭാവിക കർമ്മമായതിനാൽ നിനക്ക് ഇഷ്ടമില്ല എങ്കിലും അത് ചെയ്യേണ്ടതായി വരും. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ഇവിടെ ഭഗവാൻ പറയുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദയേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഹേ അർജുന, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഇരുന്നും കൊണ്ട് ഈശ്വരൻ മായാശക്തിയാൽ യന്ത്രത്തിനെ ഘടിപ്പിച്ച ജീവികളെ എന്ന പോലെ അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് എല്ലാവരെയും ചലിപ്പിച്ചും കൊണ്ടേയിരിക്കുന്നു. ഈശ്വരനെ ശരണം പ്രാപിക്കുക, ശാശ്വതമായ ശാന്തിയും പരമപദവും നിനക്ക് ലഭിക്കും. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഏറ്റവും പരമമായ ജ്ഞാനം അഥവാ അറിവ്, അതായത് ബ്രഹ്മവിദ്യ നിനക്ക് ഞാൻ ഉപദേശിച്ചു. ഇനി നീ സ്വയം വിവേകത്തോടെ ചിന്തിച്ച് സ്വയം തീരുമാനങ്ങൾ എടുക്കുക. മോക്ഷ സന്യാസ യോഗത്തിലെ ഭഗവാന്റെ പ്രതിജ്ഞയാണ് അടുത്ത ശ്ലോകം. കർമ്മയോഗ സാരമാണ് ആ ശ്ലോകം. മന്മനാ ഭവ മദ്ഭക്ത മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. നീ എന്നിൽ മനസ്സുറപ്പിക്കുക, അതായത് എന്നെ തന്നെ ലക്ഷ്യമാക്കുക, എന്റെ ഭക്തനായി ഭവിക്കുക, എല്ലാ കർമ്മങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുക, എന്നെ തന്നെ നമസ്കരിക്കുക. ഇങ്ങനെ ചെയ്താൽ നിശ്ചയമായും എന്നെ തന്നെ നീ പ്രാപിക്കും. ഇത് സത്യമാണ്. നിന്നോട് ഞാൻ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു. നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഭഗവാൻ ഇവിടെ മുമുക്ഷുപ്തം, വൈരാഗ്യം, ഭക്തി, കർമ്മയോഗം ഇതിന്റെ എല്ലാം സാരമാണ് തന്നത്. നാം നമ്മെ അർഹരാക്കുക എന്ന ഉപദേശവും ഇവിടെ ഭഗവാൻ തന്നു. ഇനി ജ്ഞാനയോഗത്തെ കുറിച്ചുള്ള ഉപദേശം അടുത്ത ദിവസം നമുക്ക് നോക്കാം. ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും എന്റെ ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. നന്ദി, നമസ്തേ. ഏറ്റവും പ്രിയപ്പെട്ടവരായി ഇപ്പൊ ആര്? ദേവികയാണ് ഇപ്പൊ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയായിട്ട് വന്നത്, അല്ലേ? എന്തൊരു ഭാഗ്യമാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്ന് ഈ ഒരു 18-ാം അധ്യായത്തിലെ ഈ ഭാഗം പറയാനായിട്ട് തന്നെ ഒരു മഹാഭാഗ്യം വേണം, അല്ലെങ്കിൽ ഇന്ന് സാധിക്കില്ല. ഇന്ന് നമ്മളെ തീരാൻ പോവാണ്. ഇന്ന് 39ആയി, നാളെ 40, മറ്റന്നാൾ 41. അപ്പോൾ ഈ സമ്പൂർണ്ണ പാരായണത്തിൽ ഏറ്റവും മഹത്തായ ചില ഭാഗങ്ങളിൽ കൂടി കടന്നു പോകുവാനുള്ള ഭാഗ്യം എത്ര കുഞ്ഞുങ്ങൾക്കാ ലഭിച്ചേ? വളരെ സന്തോഷമുണ്ട്. മോൾക്കുട്ടിക്ക്
ഭഗവാൻ കൂടെ ഉണ്ട്, ഇത് വിടാതെ പിടിച്ചോളുക. ഇതിപ്പോ വായിച്ചൊക്കെ വളരെ ഉൾക്കൊണ്ടുകൊണ്ട് വായിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു. ഈ പ്രായത്തിൽ തന്നെ നിങ്ങൾക്കിത് കുറച്ചെങ്കിലും ഇതിന്റെ സത്ത് അകത്തേക്ക്, ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് അകത്തേക്ക് എന്താ പറയാ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഭഗവാനോട് നന്ദി പറയുക. എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ കുഞ്ഞിന്. ടീച്ചറെ. കുട്ടി, മോളുടെ സ്വധർമ്മം എന്താന്നങ്ങ് പറഞ്ഞേക്കട്ടെ. എന്താ? ഒരു പ്രൊഫഷണൽ, ആധ്യാത്മികതയിൽ പ്രൊഫഷണലിസ്റ്റ് ആയിട്ട് വരാനുള്ളതാണ്. അതാണ് സ്വധർമ്മം. എന്തായിരുന്നു അത്? 10:30 മാറ്റിലാ വന്നത്. വളരെ ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ. അപ്പൊ ഏത് വിഷയം കിട്ടിയാലും ഭംഗിയായിട്ട് പ്രഭാഷണം നടത്താൻ മിടിക്കുകയാണ്. ഈ ഭാഗമൊക്കെ ഇതുപോലെ പറയണമെങ്കിലേ ഇത്തിരി ഒരു പേടിയുണ്ട് എനിക്കൊക്കെ പേടിയുണ്ട് കേട്ടോ. ഈ ഭാഗം അങ്ങനെയാണോ പറയണ്ടേ? ഇതൊന്നുമില്ല, ഭംഗിയായിട്ട്. അപ്പൊ ഇതാണ് സ്വധർമ്മം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഇവിടെ നമ്മള് ധർമ്മം, സ്വധർമ്മം, പരധർമ്മം ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭംഗിയായിട്ട് ചെയ്തു. യദു കൃഷ്ണന്റെ പാരായണം വളരെ നല്ല പാരായണമായിരുന്നു യദുവിൻ്റെത്. ചേച്ചിയുടെ ലൈനിൽ തന്നെ അനിയനും പൊക്കോണം കേട്ടോ. ഭഗവത്ഗീത ലൈൻ എന്ന് പറയുന്നതേ അതൊരു വലിയൊരു ലൈനാണ്. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയം സുനിശ്ചിതം. ആരും നമ്മളെ കടത്തിവിടണ്ട. ഒന്നാം തരമായിട്ട് നമുക്ക് പോകാൻ പറ്റും. കുടുംബത്തിലുള്ള മറ്റുള്ളവരെ പോലും നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ചേച്ചിയുടെ വഴി നല്ല വഴി അനിയനും തെരഞ്ഞെടുത്തു. നന്നായിട്ട് വായിച്ചു, ഭംഗിയായിട്ട് വായിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാർവതിക്കുട്ടി, പാർവതിയല്ലേ? പാർവതി ഭംഗിയായിട്ട് ധ്യാന ശ്ലോകം ചൊല്ലിയിട്ടുണ്ട്. പാർവതി എവിടെ? ഒന്നുകൂടെ കാണട്ടെ. ഈ മക്കളെയൊക്കെ കാണാനാ ഞങ്ങൾ കയറിയിരിക്കുന്നേ. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇവർക്കൊന്നും ഒരു പതറിച്ചയില്ല. അവരത്ര തയ്യാറായിട്ട് വന്നവരാ. ഭഗവത്ഗീത ലൈനിലേക്കൊക്കെ വരുമ്പോഴേ നിങ്ങൾക്ക് ഒരു തപ്പലും ഇല്ല എന്ന് പറയുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ്. ഭഗവാന്റെ അനുഗ്രഹമാണ്. വേറെ ആരും തന്നല്ല, വീട്ടിൽ നിന്ന് ഒരു ഹെൽപ്പ് തന്നൊന്നുമല്ല. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ, പാരായണം ചെയ്യാൻ സാധിക്കുള്ളൂ. ആ അനുഗ്രഹം നല്ലപോലെ 3 പേർക്കും ഉണ്ട്. അത് കളയാതെ കൊണ്ട് നടക്കുക. പോവില്ല, വിട്ടുപോവില്ല. കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല. ഈ ഒരു രംഗം, ആധ്യാത്മികത എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരാൻ ഒരു വിഷമമുണ്ട്. വന്നു കയറി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോവില്ല. അപ്പൊ ഈ രീതി പോയാൽ നിങ്ങളൊക്കെ നല്ല നല്ല കുഞ്ഞുങ്ങളായിട്ട് വരും. നാടിന്റെ സമ്പത്തായി മാറും. ശരിയോ? സായിറാം. ടീച്ചർ വേണ്ട പ്രയോജനങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. ഗംഭീരായിരുന്നു. ധ്യാനശ്ലോകം ചൊല്ലിയ പാർവതിയും, പാരായണം നടത്തിയ യദുകൃഷ്ണനും, പ്രഭാഷണം നടത്തിയ ദേവികയും അവരെ ഏൽപ്പിച്ച ജോലി അതിഗംഭീരമായിട്ട് ചെയ്തു തീർത്തു. ദേവിക പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്നറിയാവോ? ഭഗവാൻ അർജുനോട് പറയുകയാണ്, ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇത് അർജുനെ നിമിത്തമാക്കിക്കൊണ്ട് നമുക്ക് തന്ന പ്രതിജ്ഞയാണ്. ആരാണ് പറഞ്ഞത്? പ്രപഞ്ചനാഥനായിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവൻ ഒരു നോട്ടം കൊണ്ട് നിലനിർത്തി പോകുന്ന ഭഗവാൻ പറയുകയാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്.
എങ്ങനെയാണെങ്കിൽ നിസ്സാരമായ ചില കണ്ടീഷൻസേ ഉള്ളൂ, വ്യവസ്ഥകളേ ഉള്ളൂ. എന്നെ ശരണം പ്രാപിച്ച് നിന്റെ സ്വധർമ്മം മുഴുവൻ എനിക്ക് കൂലിയായി നിർവഹിച്ച് നീ ജീവിക്കുക. അത് മാത്രമേ ചെയ്യാനുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ തോന്നിയവാസം നടക്കരുത്. ഗീത ഉപദേശിച്ചിരിക്കുന്നത് ഓരോ വരിയും നമ്മൾ അത്യന്തം ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി ഭഗവാനെ അഭയം പ്രാപിച്ച് ജീവിതം നയിക്കുക. അത്യുന്നതമായ വിജയവും സമാധാനവും സർവൈശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഭഗവാനാണ് പ്രതിജ്ഞ എടുത്ത് പറഞ്ഞിരിക്കുന്ന അർജുനനോട്, അല്ലേ? നിസ്സാരക്കാരനല്ല. ഇതിന് മാർഗദർശനം നൽകിയ പരമേശ്വരനെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. ടീച്ചർ ഗീത അരച്ച് കലക്കി കുടിച്ച ആളാണ്. അല്ലെ, എനിക്ക് പരമേശ്വരൻ സാറിനോടാണ് നന്ദി പറയാനുള്ളത്. എനിക്ക് ഇവിടെ ഒന്ന് കയറി ഇരിക്കാൻ പറ്റിയത് എങ്ങനെയാ? സാർ ഇത് തുടങ്ങിയിട്ടല്ലേ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യാണ്, നമ്മുടെയൊക്കെ ഭാഗ്യമാണിത്. സർവം ഭഗവത് പ്രേരണൈവ ഭൂമൻ. എല്ലാം ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് നടക്കുന്നത്. ടീച്ചറെ ഇവിടെ കൊണ്ടുവരുത്തിയതും ഭഗവാൻ തന്നെ. ശരിയല്ലേ? അതുകൊണ്ട് കുഞ്ഞുങ്ങള് യാതൊരു കാരണവശാലും ഭഗവത്ഗീത ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ജീവിത അന്ത്യം വരെ മാർഗദർശകമായിട്ട് ഭഗവത്ഗീത ഉണ്ടാകും, ഭഗവാന്റെ പ്രതിജ്ഞയുണ്ടാകും. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിശാലമാമി. അയ്യോ, എന്നെ ചൊല്ലുന്ന രീതിയിൽ ഭാരതി ടീച്ചറും അൽസേട്ടനും എല്ലാം ചൊല്ലിയാച്ചി. നീ ഒന്നും ചൊല്ലത്തില്ല. ചൊല്ലണ ഇതാ ഒരു എങ്ങൾക്കെല്ലാം ഒരു ഭാഗ്യം എന്ന് ചൊല്ലണം. നമ്മളുടെയൊക്കെ ഒരു ഭാഗ്യമാണ് ഇങ്ങനെ ഈ ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്നത്. അത് അതിന് പരമേശ്വരൻ സാറിനോടും നമ്പൂരി സാറിനോടും ആമയാർ മഠത്തിനോടും എല്ലാവരോടും നന്ദി പറയുന്നു. അത്രേ ഉള്ളൂ. പരമേശ്വരൻ സാറ് പറഞ്ഞു, മോളിങ്ങനെ വായിച്ചതല്ല, ആ വായനയിൽ ഒരു പ്രഭാഷണത്തിന്റെ ഒരു നല്ലൊരു ഇതുണ്ടായിരുന്നു. എന്താ പറയാ, ഒരു പ്രഭാഷക പറയുന്ന പോലെയാണ് ആ വായനയിലും കൂടെ അത് സ്പഷ്ടമായിട്ട് നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റി. അത് ഭയങ്കര ഒരു സന്തോഷം. വായിക്കുക അല്ല ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കൊച്ചു പിള്ളേരല്ലേ, നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണം. ഇത്രയേ ഉള്ളൂ. ഏതായാലും 3 പേരും നന്നായിരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നും പറയാനില്ല. എല്ലാം ഭാരതി ടീച്ചറും പറഞ്ഞു കഴിഞ്ഞു, മധുസൂദ ചേട്ടനും പറഞ്ഞു, പരമേശ്വരൻ സാറും പറഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാവരും നന്നായി അത് ആ ഉപദേശങ്ങളെല്ലാം സ്വീകരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്മ വരട്ടെ. കുട്ടികളെ ഇത്രയും അധികം എല്ലാ ദിവസവും മെനക്കെട്ട് ഈ 8:30 മണിക്ക് കയറി കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച പാർവതി ടീച്ചറോടും വിശാലാക്ഷി മാമിയോടും ഞങ്ങൾക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. ജനുവരി 7-ാം തീയതി നമ്മുടെ സത്രം സമാപനമാണ്. അപ്പോ ഈ ഞായറാഴ്ചയും അതേമാതിരി 7-ാം തീയതി 2 ഞായറാഴ്ചകളും കുട്ടികളുടെ ക്ലാസ് നമ്മൾ രാവിലെ ആ സമയത്ത് തന്നെ ഉണ്ട്. അപ്പൊ അത് മന്ത്രജപം ആയിട്ടാണ്. ആദ്യത്തെ ദിവസം 31-ാം തീയതി ഞായറാഴ്ച കുട്ടികളെ കൊണ്ട് അന്ന് മന്ത്രങ്ങൾ കൂടുതൽ ജപിപ്പിക്കുകയാണ്. പിന്നെ 7-ാം തീയതി നമ്മൾ ഉദ്ദേശിച്ചത് ഏതായാലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപഹാരം കൊടുക്കണം. ഇത്രയും അവരെ എന്താ പറയാ, അവരുടെ മനസ്സിന്. അപ്പോ ഞങ്ങൾക്ക് ഏറ്റവും അധികം ഇപ്പോ വലിയ അനുഗ്രഹം ആയത് ഈ പരിപാടിയിൽ ടീച്ചറുടെ സാന്നിധ്യവും വിശാലാക്ഷി മാമിയുടെ സാന്നിധ്യവുമാണ്. അപ്പോ ഞങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങൾ രണ്ടുപേരും രാവിലെ ഒരു 9 മണിയാവുമ്പോ അന്ന് എത്തണം സ്വാമിയാർ മഠത്തിൽ. രാവിലെ ഞായറാഴ്ച സത്രത്തിന്റെ സമാപനം കൂടെയാണ്. ഒരു 8:45 കഴിയുമ്പോൾ എത്തിയാൽ എന്താ ഒരു 75 കുട്ടികളുണ്ട് നമുക്ക്. ഇവർക്ക് ഒരു ചെറിയൊരു ഉപഹാരം, നമ്മുടെ ഒരു സന്തോഷം, അത് നമ്മൾ അവിടെ കൊടുക്കുന്നു. അത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യണം അനുഗ്രഹമായിട്ട് എന്നൊരു അപേക്ഷയുണ്ട്. ഞായറാഴ്ച 7-ാം തീയതി ഞായറാഴ്ച അതിന് സമയം കണ്ടെത്തണം എന്നും കൂടെ പ്രത്യേകം ഒന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ
അല്ല, ഗുരുവിനെ അപേക്ഷിക്കാൻ പാടില്ല. ഞങ്ങളെ തീർച്ചയായിട്ടും വേണമെന്ന് വിശ്വനാഥപുരി സാറ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ എന്തായാലും ഉണ്ടാവും, പിന്നെ മധുചേട്ടനും ഉണ്ടാവും. അപ്പൊ നമ്മളെല്ലാവരും കൂടെ അത് ഒരു ഭംഗിയാക്കണം കുഞ്ഞുങ്ങളുടെ ആ ഒരു പരിപാടി. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. പിന്നെ നമ്മള് ടീച്ചർ പറഞ്ഞ പോലെ 41-ന് ഒരു ആരത്തി കാണിക്കുന്നുണ്ട്. ടീച്ചർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ച് ഓർത്തത്. അത് വളരെ സന്തോഷത്തോടു കൂടി ഒരു ടീച്ചറുടെ ഒരു ഉപദേശമായിട്ട് എടുത്തിരിക്കുന്നു. അപ്പൊ ഒരു ഭഗവാന്റെ ഇപ്പൊ ഞാൻ ഈ പുറകെ കാണുന്ന ഈ ഭഗവാന്റെ പടത്തിന്റെ അടുത്ത് ഒരു ശ്രീകൃഷ്ണൻ, ഇവിടെ നമ്മള് നാരായണീയത്തിനൊക്കെ നമ്മൾ വെക്കുന്ന ഒരു വിഗ്രഹമുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് ഒരു ആരതി കാണിക്കാം. അപ്പൊ ആരതിക്കുള്ള ഒരു സോങ് ഗായത്രിക്ക് ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. ഗായത്രി അത് ചൊല്ലും. ഗായത്രി ചൊല്ലുമ്പോൾ ഞാനിവിടെ ആരതി കാണിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ സമാപനം വളരെ ഭംഗിയാക്കാം. വിശ്വനാഥപുരി സാർ അന്നൊരു 10 മിനിറ്റ് സംസാരിക്കും. പിന്നെ ഗീതയുടെ മാഹാത്മ്യം ഒരു കുഞ്ഞ് അത് മാഹാത്മ്യം പാരായണം ചെയ്യും. ഞാൻ അതിന്റെ ചെറിയൊരു സാരം എന്താണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഭഗവത്ഗീത പാരായണം കൊണ്ട് ലഭിച്ചിട്ടുള്ളത്, ലഭിക്കും എന്നല്ല ലഭിച്ചു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നല്ല അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക, കളയാതെ ഈ നിധി എന്ന് പറയാനായിട്ട് ആ ഒരു 41 എന്നുള്ള ദിവസത്തെ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. നാളത്തെ പരിപാടി, നാളെ 40-ാം ദിവസമാണ് നമ്മുടെ. നാളെ ദേവിക തന്നെയാണ് നാളെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത്. കൂടെ ക്ഷേത്ര ഒരു 5 ശ്ലോകങ്ങൾ. ക്ഷേത്രയ്ക്ക് വളരെ ആഗ്രഹമായിരുന്നു. കുറെ ദിവസം പരീക്ഷയും ഒരുപാട് തിരക്കുകളും ഒക്കെ കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. ഏതായാലും 2-3 ദിവസം കൊണ്ട് ഒരു 5 ശ്ലോകം പഠിച്ചിട്ടുണ്ട്. ആ ഒരു 5 ശ്ലോകം നാളെ ക്ഷേത്രക്കുട്ടി നാളെ ഇവിടെ അവതരിപ്പിക്കും. പിന്നെ 18-ാം അധ്യായത്തിലെ അവസാന ഭാഗമായ 66 മുതൽ 78 വരെയുള്ള ശ്ലോകങ്ങൾ അനിതയാണ് പാരായണം ചെയ്യുന്നത്. ശിവകുമാറിന്റെ മകളാണ് അനിത പാരായണം ചെയ്യും. നേരത്തെ പ്രഭാഷണം നടത്തിയിട്ടുള്ള അരുന്ധതിയാണ് നാളത്തെ പ്രഭാഷണം നടത്തുന്നത്. എല്ലാവരും ഇന്നത്തെ പോലെ നേരത്തെ എത്തി കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി കുഞ്ഞുങ്ങൾക്ക് പറയാം കേട്ടോ. അതെന്നാ ഇന്ന് ആരും ഇല്ലേ അഭിനന്ദനം പറയുന്ന കുഞ്ഞുങ്ങളൊക്കെ ബിലീവ് ചെയ്തു? അപ്പോ എല്ലാവർക്കും സൈറാം. സൈറാം 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 സർ. സൈറാം.